ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേൾഡ് ഓഫ് ശ്രീയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം മസാലയാണ്. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് മഷ്റൂം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനായി അതിൻ്റെ ആ തണ്ടുള്ള ഭാഗം ആദ്യം തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ എല്ലാ മഷ്റൂമും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മഷ്റൂം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നോക്കുന്നത്. മഷ്റൂം വേണം, ഒരു മുഴുവൻ തക്കാളിയും ഒരു ഹാഫ് തക്കാളിയുമാണ് വേണ്ടത്. ശേഷം ഇഞ്ചി, 2 സവാള, ഒരു പച്ചമുളക്. ശേഷം സവാള ഈ ഒരു പരുവത്തിൽ ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് പാൻ നന്നായിട്ട് ചൂടാകുമ്പം സവാളയും പച്ചമുളകും, വട്ടത്തിലരിഞ്ഞ പച്ചമുളകും കൂടി നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണയിലാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, സവാള വരണ്ട് വരാനുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ശേഷം സവാള ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും അതിനകത്തോട്ട് നമ്മൾ ഇഞ്ചി, ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ച ഇഞ്ചിയും കൂടി ഇടുന്നുണ്ട്. ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരേണ്ടതായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി നമ്മൾ ഇതിനോടൊപ്പം ഇടണം. ശേഷം ഈ തക്കാളിയും സവാളയും നല്ലതായിട്ട് ഒന്ന് വഴണ്ട് വരേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ഉപ്പിടാം ഈ സമയത്ത്. ശേഷം നന്നായിട്ട് വഴണ്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം അടച്ചു വെച്ച് നമുക്കിതൊന്ന് വഴണ്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു പരുവാകുമ്പോഴേക്കും ഈ ഒരു പരുവം നന്നായിട്ട് നല്ല തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നല്ലതായിട്ട് വഴണ്ട് വരണം. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് പൊടികളിടാം. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല 1 സ്പൂണാണ് ഇട്ടേക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിടാം. കുറച്ചും കൂടി വെളിച്ചെണ്ണ ആവശ്യമായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഈ പൊടിമണം മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഏകദേശം പൊടിമണമൊക്കെ മാറി വന്നിട്ടുണ്ട്, നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഉപ്പ് അല്പം കുറവാണെന്ന് കണ്ടുകൊണ്ട് ഞാനല്പം ഉപ്പിട്ടിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ഇടാവുന്നതാണ്. എന്നിട്ട് ആ മഷ്റൂമിനകത്ത് ഈ ഗ്രേവി നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. മഷ്റൂമിനകത്തു നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങാറുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാം. ശേഷം തുറന്നിട്ട് കുറച്ച് വെള്ളം, ഒരു ഹാഫ് കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. കാരണം ഞാനിത് ചപ്പാത്തിക്കാണ് ഈ കറി യൂസ് ചെയ്യുന്നത്. ഈ മഷ്റൂം മസാല യൂസ് ചെയ്യുന്നത് ചപ്പാത്തിക്കാണ്. ബ്രെഡിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അല്പം ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ അല്പം വെള്ളം ഒഴിച്ചു. ഗ്രേവി ആവശ്യമില്ലാത്തവർക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് നിർത്താവുന്നതാണ്. ചോറിന് കൂടെ നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെയാണ് ചോറിന് കറിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ബ്രെഡിനോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഞാനിങ്ങനെ അല്പം വെള്ളം ഒഴിച്ചത്. ഈ സമയത്ത് അല്പം ഞാൻ കറക്റ്റ് ഹാഫ് കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. കുറച്ചും കൂടി എനിക്ക് ഗ്രേവി ആവശ്യമായതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചേക്കുന്നത്. കറക്റ്റ് ഹാഫ് കപ്പ് വെള്ളം ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട്. ശേഷം എനിക്ക് കുറച്ച് മുളക് പൊടി ആവശ്യമായിട്ട് തോന്നിയതുകൊണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മസാലയും കൂടി ഞാൻ ഈ സമയത്ത് ഇട്ടിട്ടുണ്ട്. എനിക്കിത് രണ്ടും കുറച്ച് കുറവായിട്ട് തോന്നിയതുകൊണ്ടാണ് ഇത് ഇട്ടത്. നമ്മുടെ മഷ്റൂം മസാല
നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മഷ്റൂമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അല്പം ആദ്യം ഞാൻ മസാലയാണ് ഇട്ടത്. ഇപ്പോൾ കുറച്ച് മുളക് പൊടി, എനിക്ക് കുറച്ചുകൂടി എരിവ് വേണമെന്ന് തോന്നിയതുകൊണ്ട് കുറച്ചുകൂടി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്കൊന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. കുറച്ച് നേരം നമുക്ക് അടച്ച് വെക്കാം. ശേഷം ഞാനിന്ന് ബ്രെഡിൻ്റെ കൂടെയാണ് ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. ആ ബ്രെഡിൻ്റെ ഒരു ചെറിയ മധുരവും ഈ മഷ്റൂം മസാലയുടെ ആ ഒരു രുചിയുമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.